നോക്കാം ഗൾഫ് ഫോക്കസിൽ വിശദമായ റിപ്പോർട്ടുകൾ. UAE-യിൽ ഇന്ന് 852 പേർക്കും ഖത്തറിൽ 313 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഒമാനിൽ 660 പേർക്കാണ് പുതുതായി രോഗബാധ. UAE-യിൽ ഇന്ന് 852 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 86,447 കഴിഞ്ഞ 24 മണിക്കൂറിൽ രാജ്യത്ത് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഇതുവരെ കോവിഡ് ബാധിച്ച 405 പേരാണ് UAE-യിൽ മരിച്ചത്. 939 പേർ ഇന്ന് സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 76,025 നിലവിൽ 10,017 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം UAE-യിൽ 98,528 പരിശോധനകൾ കൂടി നടത്തി. ഖത്തറിൽ നിന്ന് 313 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 1,23,917 കഴിഞ്ഞ 24 മണിക്കൂറിൽ കോവിഡ് മരണമൊന്നും ഖത്തറിൽ റിപ്പോർട്ട് ചെയ്തില്ല. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് 211 പേരാണ് മരണപ്പെട്ടത്. 226 പേർ സുഖം പ്രാപിച്ചതായും ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,20,766 കഴിഞ്ഞ 24 മണിക്കൂറിൽ രാജ്യത്ത് 4,590 പരിശോധനകൾ കൂടി നടത്തി. നിലവിൽ 2,940 പേരാണ് കോവിഡ് ബാധിച്ച് ഖത്തറിൽ ചികിത്സയിലുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് ആക്റ്റീവ് കേസുകൾ നിലവിലുള്ളത് ഖത്തറിലാണ്. അതേസമയം ഒമാനിൽ ഇന്ന് 660 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 94,711 കോവിഡ് ബാധിച്ച് ചികിത്സയിൽ ഉണ്ടായിരുന്ന 12 പേർ മരിച്ചതായും ഇന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. മരണസംഖ്യ 865 ഉയർന്നു. 414 പേരാണ് ഇന്ന് സുഖം പ്രാപിച്ചത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 86,195 ആയതായും ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഐശ്വര്യ, 24, ദുബായ്. സൗദിയിൽ കോവിഡ് മുക്തി നിരക്ക് വീണ്ടും വർദ്ധിച്ചു. 94.52% രോഗമുക്തി നിരക്ക്. 552 കോവിഡ് കേസുകളും 30 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 552 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 1185 പേർ സൗദിയിൽ ഇന്ന് രോഗമുക്തി നേടി. കോവിഡ് കേസുകളുടെ എണ്ണം 3,30,798 രോഗമുക്തരായവരുടെ എണ്ണം 3,12,684 വർദ്ധിച്ചു. 94.52% രോഗമുക്തി നിരക്ക്. കോവിഡ് ബാധിച്ച് 30 പേർ കൂടി മരിച്ചതോടെ രാജ്യത്ത് കോവിഡ് മരണസംഖ്യ 4,542 13,572 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 1,121 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 48,367 സാമ്പിളുകൾ 24 മണിക്കൂറിനിടെ പരിശോധിച്ചു. ഇതോടെ പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം 61,41,968 ജിദ്ദയിൽ 66, മക്കയിൽ 53, ഹുഫൂഫിൽ 42, മദീനയിൽ 33, റിയാദിൽ 33, ദമാമിൽ 31 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ജിദ്ദയിൽ 7, റിയാദിൽ 5, തായിഫിലും ബുറൈദയിലും 3 വീതവും ജിസാനിലും സഖാക്കയിലും 2 വീതവും കോവിഡ് മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കൂടാതെ മക്ക, ഹായിൽ, ഹഫ്രൽബാത്തിൻ, മഹായിൽ, നജ്റാൻ, അൽനമാസ്, ദമദ്, ഷറൂറ എന്നിവിടങ്ങളിൽ ഓരോ മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ജലീൽ കണമംഗലം, 24, ജിദ്ദ. കുവൈത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1,00,000 കടന്നു. 719 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. രോഗബാധ മൂലം 3 മരണം കൂടിയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. കുവൈറ്റിൽ ഇന്നും കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി. 719 പേർക്കാണ് ഇന്ന് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. രാജ്യത്ത് ഇതോടെ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 1,683,000. രോഗബാധ മൂലം 3 മരണം കൂടി ഇന്ന് രേഖപ്പെടുത്തി. ഇതോടെ വൈറസ് ബാധിച്ച് 60 മലയാളികളടക്കം മരിച്ചവരുടെ എണ്ണം 588 ഉയർന്നു. അതേസമയം രോഗമുക്തി നേടിയവരുടെ കണക്ക് നോക്കിയാൽ 682 പേരാണ് ഇന്ന് രോഗമുക്തരായത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 91,612 നിലവിൽ 8,483 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരിൽ 99 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത്. രാജ്യത്ത് ഇതുവരെയായി 7,15,887 പരിശോധനകൾ നടത്തിയതായും ഇതുവരെയുള്ള രോഗമുക്തി നിരക്ക് 91% ഡോക്ടർ ബാസിൽ ഹമൂദ് അൽസബ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കി. അതേസമയം നിലവിലുള്ള 4ാം ഘട്ടം തുടരാനും 5ാം ഘട്ട പ്രഖ്യാപനങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. 24, കുവൈറ്റ്. ഒക്ടോബർ 1 മുതൽ സാധുവായ ഒമാൻ റെസിഡന്റ് കാർഡുള്ള വിദേശികൾക്ക് രാജ്യത്തേക്ക് തിരികെ വരാൻ അനുമതി. കോവിഡ് പ്രതിരോധ കാര്യങ്ങളുടെ ചുമതലയുള്ള സുപ്രീം കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ദോഫാർ പ്രവിശ്യയിലെ ലോക്ഡൌൺ ഒക്ടോബർ 1 മുതൽ പിൻവലിക്കാനും സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്.
സൗദിയിലെ വിമാനത്താവളങ്ങളും വിമാനങ്ങളും അണുവിമുക്തമാക്കാൻ ഉന്നത സാങ്കേതിക സംവിധാനം വരുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് അണുനാശനം വരുത്തുന്നതിനുള്ള സാങ്കേതിക സംവിധാനം നടപ്പാക്കാൻ സൗദി ഗ്രൗണ്ട് സർവീസ് കമ്പനി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഒക്ടോബർ 1 മുതൽ കാലാവധിയുള്ള ഒമാൻ റെസിഡന്റ് വിസ കാർഡ് ഉള്ളവർക്ക് രാജ്യത്തേക്ക് മടങ്ങിവരാൻ സുപ്രീം കമ്മിറ്റി ഇന്ന് അനുവാദം നൽകി. ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയുടെ അധ്യക്ഷതയിലാണ് സുപ്രീം കമ്മിറ്റി യോഗം ചേർന്നത്. ഒക്ടോബർ 1-നാണ് രാജ്യാന്തര വിമാന സർവീസുകൾക്കായി ഒമാനിലെ വിമാനത്താവളങ്ങൾ തുറക്കുക. തിരികെ വരുന്ന വിദേശികൾക്കായി വിമാനത്താവളങ്ങളിൽ PCR പരിശോധനയുണ്ടാകും. ഇതിന് പുറമെ 14 ദിവസത്തെ ക്വാറന്റൈനും നിർബന്ധമാണ്. ദോഫാർ ഗവർണറേറ്റിൽ കഴിഞ്ഞ 3 മാസത്തിലധികമായി തുടരുന്ന ലോക്ഡൌൺ പിൻവലിക്കാനും സുപ്രീം കമ്മിറ്റിയിൽ തീരുമാനമായി. ഒക്ടോബർ 1 മുതൽ ലോക്ഡൌൺ പിൻവലിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ സ്വകാര്യ മേഖലയ്ക്കായി പ്രഖ്യാപിച്ചിരുന്ന വിവിധ ആശ്വാസ പദ്ധതികൾ തുടരാനും യോഗത്തിൽ തീരുമാനമായി. നിലവിൽ ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുന്ന റെസിഡന്റ് വിസക്കാർക്ക് മാത്രമാണ് ഒമാനിലേക്ക് തിരികെ വരാൻ അനുമതിയുള്ളത്. 24 ഒമാൻ. സർക്കാർ ജീവനക്കാർക്ക് സ്ഥിരമായി വിദൂര ജോലി അനുവദിക്കുന്ന സംവിധാനത്തിന് അജ്മാൻ ഭരണകൂടം അംഗീകാരം നൽകി. ഓരോ സർക്കാർ സ്ഥാപനത്തിനും അവർക്ക് അനുയോജ്യമായ രീതികൾ പിന്തുടരാനും അനുവാദം നൽകിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് സ്ഥിരമായ വിദൂര പ്രവർത്തന സംവിധാനത്തിനാണ് അജ്മാൻ ഭരണകൂടം അംഗീകാരം നൽകിയിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫൈനാൻഷ്യൽ അഫയേഴ്സിൽ അജ്മാൻ ഭരണാധികാരിയുടെ പ്രതിനിധിയായ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹുമൈദ് അൽ നുഐമിയുടേതാണ് തീരുമാനമെന്ന് ദേശീയ വാർത്താ ഏജൻസിയായ വോം റിപ്പോർട്ട് ചെയ്തു. തൊഴിലിന്റെ സ്വഭാവമനുസരിച്ച് എല്ലാ പ്രാദേശിക സർക്കാർ ഏജൻസികളും പുതിയ സംവിധാനം പ്രയോജനപ്പെടുത്തിയേക്കും. ഓഫീസിന് പുറത്ത് മുഴുവൻ സമയവും ജോലി ചെയ്യുന്ന രീതിയിലും ആഴ്ചതോറും അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഓഫീസിലെത്തി റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുമാണ് സംവിധാനം തയ്യാറാക്കിയിരിക്കുന്നത്. എമിറേറ്റിലെ ഓരോ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവർക്ക് അനുയോജ്യമായ രീതികൾ പിന്തുടരാനും അനുവാദം നൽകിയിട്ടുണ്ട്. അതേസമയം ഓഫീസിലെത്തിയുള്ള ജോലി ഒഴിച്ചുകൂടാനാകാത്തവർക്കും പ്രൊബേഷൻ കാലയളവിലുള്ള ജീവനക്കാർക്കും തീരുമാനം ബാധകമായിരിക്കില്ല. നേരത്തെ കോവിഡ് വ്യാപനത്തോടെ വിദൂര സംവിധാനം പിന്തുടർന്നിരുന്ന സർക്കാർ സ്ഥാപനങ്ങൾ അടുത്തിടെയാണ് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. 24 അജ്മാൻ. സൗദി അറേബ്യ ഇന്ന് 90-ാം ദേശീയ ദിനം ആഘോഷിക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് സാമ്പത്തിക മേഖലയിൽ കുതിച്ചുചാട്ടം നടത്തിയ ചരിത്രമാണ് സൗദിക്ക് പറയാനുള്ളത്. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നേതൃത്വത്തിൽ വിപ്ലവകരമാണ് ഭരണ പരിഷ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അബ്ദുൽ അസീസ് രാജാവിന്റെ നേതൃത്വത്തിൽ 1932 സെപ്റ്റംബർ 23-നാണ് ആധുനിക സൗദി അറേബ്യ രൂപം കൊള്ളുന്നത്. 1953 മരിക്കുന്നതുവരെ ഭരണം നടത്തിയ അബ്ദുൽ അസീസ് രാജാവ് തന്നെയാണ് രാജ്യത്തിന്റെ വികസന കുതിപ്പിന് തുടക്കം കുറിച്ചത്. 1938 എണ്ണ സ്രോതസ് കണ്ടെത്തിയത് സാമ്പത്തിക മേഖലയിലെ വളർച്ചയ്ക്ക് പ്രധാന കാരണമായി. അബ്ദുൽ അസീസ് രാജാവിന് പിന്നാലെ ക്രമപ്രകാരം മക്കളായ കിങ് സൗദ്, കിങ് ഫൈസൽ, കിങ് ഖാലിദ്, കിങ് ഫഹദ്, കിങ് അബ്ദുള്ള എന്നീ രാജാക്കന്മാരിലൂടെ ഭരണാധികാരം സൽമാൻ ബിൻ അബ്ദുൽ അസീസിൽ എത്തി നിൽക്കുന്നു. ഈ ഭരണാധികാരികൾക്ക് കീഴിൽ വിവിധ മേഖലകളിൽ രാജ്യം വലിയ തോതിൽ വളർച്ച കൈവരിച്ചു. 2015 ഭരണമേറ്റെടുത്ത സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും നേതൃത്വത്തിൽ ചരിത്രപരമായ മാറ്റങ്ങളാണ് സൗദിയിലുണ്ടായത്. സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനും വിനോദ പരിപാടികൾക്കുമൊക്കെ അനുമതി ലഭിച്ചത് വിപ്ലവകരമായ മാറ്റങ്ങളാണ്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തി. 1 കോടിയിലേറെ വിദേശികൾക്ക് തൊഴിൽ നൽകി. സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞു. നിയോം നഗരം പോലെ ടൂറിസം മേഖലയിലും നിക്ഷേപ രംഗത്തും പുതിയ അവസരങ്ങൾ കൊണ്ടുവന്നു. 2 ഹറം പള്ളികളിലും ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. വിദേശ നയത്തിൽ സമൂലമായ മാറ്റം കൊണ്ടുവന്നു. ഭീകരവാദത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ പ്രതിരോധം തീർത്തു. കോവിഡ് കാലത്ത് തുല്യതയില്ലാത്ത സഹായമാണ് രാജ്യത്തിനകത്തും പുറത്തും സൗദി ചെയ്തത്. സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കോവിഡ് ചികിത്സ സൗജന്യമായി നൽകി. കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കോവിഡ് ആക്റ്റീവ് കേസുകളുടെ എണ്ണം ജനസംഖ്യയുടെ 0.04% കുറയ്ക്കാൻ സാധിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ. ദേശീയ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് സൗദിയിൽ നടക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ വിദേശികളും വൈവിധ്യമാർന്ന പരിപാടികൾക്കാണ് ആസൂത്രണം നൽകിയിരിക്കുന്നത്. اليوم يومك يا بلد، يوم البشاير والسعد، تامر وحنا لك سنة الأمر الأول والأخير.
നാളെ സൗദി അറേബ്യ 90ാം ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ വിപുലമായ ഒരുക്കങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിക്ക് കീഴിൽ പ്രധാന നഗരങ്ങളിലെല്ലാം വൈവിധ്യമാർന്ന കലാസാംസ്കാരിക പരിപാടികൾ നടക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ പ്രമുഖ അറബ് കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. എയർ ഷോയും റോഡ് ഷോകളും ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കും. റോഡുകളും കെട്ടിടങ്ങളും ഷോപ്പിംഗ് മാളുകളുമെല്ലാം ദേശീയ പതാകയും ഭരണാധികാരികളുടെ ഫോട്ടോകളും കൊണ്ട് അലങ്കരിച്ചു. വ്യാപാര സ്ഥാപനങ്ങളും ടെലികോം കമ്പനികളും മറ്റും ദേശീയ ദിന ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെ വിദേശികളും വിപുലമായ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പല മലയാളി സംഘടനകളും നാളെ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചില സംഘടനകൾ സാംസ്കാരിക കായിക പരിപാടികളും വിനോദയാത്രകളും നടത്തുന്നുണ്ട്. ആഘോഷ പരിപാടികളെല്ലാം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുമേഖലയിൽ നാളെയും മറ്റന്നാളും, സ്വകാര്യ മേഖലയിൽ നാളെയും ദേശീയ ദിന അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ജിദ്ദ. സൗദി ദേശീയ ദിനാഘോഷത്തിനൊരുങ്ങി റിയാദിലെ പ്രവാസി മലയാളി കൂട്ടായ്മകൾ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചും സാംസ്കാരിക പരിപാടികൾ ഒരുക്കിയുമാണ് ദേശീയ ദിനം ആഘോഷിക്കുന്നത്. സൗദി അറേബ്യയുടെ 90ാമത് ദേശീയ ദിനം അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസി മലയാളികൾ. ദേശീയ ദിനത്തിന്റെ ഭാഗമായി KMCC നാഷണൽ കമ്മിറ്റി രാജ്യവ്യാപകമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കും. രാജ്യത്തെ 38 സെൻട്രൽ കമ്മിറ്റികൾക്ക് കീഴിൽ ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് KP മുഹമ്മദ് കുട്ടി, അഷ്റഫ് വെങ്ങാട്ട, ഖാദർ ചെങ്കള, കുഞ്ഞുമോൻ കാക്കിയ എന്നിവർ അറിയിച്ചു. പ്രവാസി മലയാളി ഫെഡറേഷൻ സൗദി നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ഓൺലൈനിൽ നടക്കുന്ന പരിപാടികളിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. ഗായകരായ സിബിൻ കുമ്പള, ഷേണിഷ സിബിൻ എന്നിവരുടെ സംഗീത വിരുന്നും അരങ്ങേറും. വേൾഡ് മലയാളി ഫെഡറേഷൻ സൗദി കൗൺസിൽ ഓണാഘോഷവും സൗദി ദേശീയ ദിനവും 25-ന് ആഘോഷിക്കും. ഓൺലൈനിൽ നടക്കുന്ന പരിപാടിയിൽ NK പ്രേമചന്ദ്രൻ MP, സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നിവർ പങ്കെടുക്കും. പിന്നണി ഗായിക ദലീമയുടെ സംഗീത വിരുന്നും അരങ്ങേറും. റിയാദിലെ ഷോപ്പിംഗ് മാളുകളിലും മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. നസ്രുദ്ദീൻ VJ, 24 റിയാദ്. എയർ ഷോയിൽ പങ്കെടുക്കാനൊരുങ്ങി സൗദി എയർലൈൻസും ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി സൗദി എന്റർടൈൻമെന്റ് സംഘടിപ്പിക്കുന്ന സിവിൽ സൈനിക വിമാനങ്ങളുടെ എയർ ഷോയിലാണ് ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈൻസും ഭാഗമാകുന്നത്. സൗദി ചരിത്രത്തിലെ ഏറ്റവും വലിയ എയർ ഷോയിൽ പങ്കെടുക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈൻസ്. സൗദി അറേബ്യയുടെ ദേശീയ ദിനമായ നാളെ വൈകിട്ട് 4 മണിക്കാണ് എയർ ഷോ അരങ്ങേറുക. വ്യോമാഭ്യാസം കാണാൻ എല്ലാവരും കാത്തിരിക്കൂ എന്നാണ് സൗദി എയർലൈൻസ് ആവശ്യപ്പെടുന്നത്. പരിപാടിയുടെ വിജയത്തിനായുള്ള പരിശീലന പരിപാടികളും വിമാനങ്ങൾ അലങ്കരിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിലാണ്. സൗദി എയർലൈൻസ് വിമാനങ്ങൾക്ക് പുറമെ സൗദി റോയൽ എയർഫോഴ്സിന് കീഴിലെ വിവിധയിനം വിമാനങ്ങളെല്ലാം ചേർന്ന് ആകാശത്ത് സൗദി ദേശീയ പതാകയുടെ ഹരിതവർണ്ണം വിരിക്കും. 90ാമത് ദേശീയ ദിനം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ആഹ്ലാദ നിറവിലാണ് നാടും നഗരവും. കൊടിത്തോരണങ്ങളും സൗദി പതാകകളും കൊണ്ട് നഗരവീഥികളും കെട്ടിടങ്ങളും ഹരിതകാന്തിയിൽ കുളിച്ചു നിൽക്കുമ്പോൾ ഇത്തവണത്തെ ദേശീയ ദിനം ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. സുബൈറുദ്ദീൻ, 24 ദമാം. സൗദി ദേശീയ ദിനത്തിന്റെ ഭാഗമായി സൗദിയിലെ ദർബ് KMCC രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്നം തരുന്ന നാടിന് ഒരു തുള്ളി രക്തം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ദർബ് ജനറൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത്. ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് മേധാവി മുഹമ്മദ് ഉൾപ്പെടെ ആശുപത്രി ജീവനക്കാരും KMCC പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. കോവിഡിന് ശേഷമുള്ള തൊഴിൽ സാധ്യതകൾ എന്ന പേരിൽ ഇന്ത്യക്കാരെ കെനിയയിലെത്തിച്ച് വൻ തൊഴിൽ തട്ടിപ്പ്. ഇതിനോടകം 20-ലധികം മലയാളികൾ തട്ടിപ്പിനിരയായി. മലയാളി സംഘടനകൾ ഉൾപ്പെട്ട ഇവരിൽ പലരെയും തിരിച്ചയക്കുകയാണ്. 24ന്റെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കെനിയയിൽ വൻ തൊഴിൽ സാധ്യത എന്ന വ്യാജ വാഗ്ദാനം നൽകി കേരളത്തിന്റെ പല ഭാഗത്തും നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ വഞ്ചിക്കപ്പെട്ട് ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2 വർഷങ്ങളായി ചില വ്യക്തികൾ 20-ൽ പരം യുവാക്കളെ നിലവിലില്ലാത്ത ഹോട്ടലിലെ ജോലി വാഗ്ദാനം ചെയ്താണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരിൽ ഈ 4 പേരൊഴികെ ബാക്കിയുള്ളവർ നാട്ടിലേക്ക് തിരികെ പോയിട്ടുണ്ട്. ഞങ്ങളിവിടെ വരുന്നത് ജോലിക്കാണ്. അപ്പൊ 4 ലക്ഷം രൂപ വെച്ച് നമ്മുടെ ഈ കമ്പനിക്ക് കൊടുത്തിട്ടാണ് ഇവിടെ പറഞ്ഞത്. വിസയ്ക്ക് വേണ്ടിയും ടിക്കറ്റ് ചാർജും എല്ലാം കൂടെ കൊടുത്തിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. വന്നതിന് ശേഷം വരുമ്പോൾ തന്നെ വിസ ഫേക്ക് വിസ അവർ തരായിരുന്നു. നമുക്കത് അറിയില്ലായിരുന്നു. അവർ ക്യാൻസലായെന്ന് പറയായിരുന്നു. അതിനുശേഷം ഇവര് വേറെ വിസ ഓണറൈവൽ വിസ എടുത്ത് വരാൻ പറ്റും, വരാൻ നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓണറൈവൽ വിസ എടുത്ത് ഇവിടെ വന്നു. അതിനുശേഷം ഒരാഴ്ചക്കകത്ത് വിസയൊക്കെ അടിച്ചു, ജോബ് വിസയൊക്കെ അടിച്ച് ജോലിയൊക്കെ കറക്റ്റായിട്ട് തരാമെന്ന് പറഞ്ഞു.
പക്ഷെ ഒന്നും നടന്നില്ല. അതിനായി നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മൾ 4 ലക്ഷം കൊടുത്തല്ലേ, അപ്പോൾ ആ പൈസ പോകണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ആ പൈസ നമുക്ക് ഒരു ന്യായം ഇവിടെ കിട്ടിയില്ല, പൈസയൊന്നും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് നിവർത്തിയില്ലാതെ ഇവർ ടിക്കറ്റ് എടുക്ക് തരില്ല എന്നായപ്പോൾ നമ്മൾ ഹൈ കമ്മീഷൻ, പോലീസ് സ്റ്റേഷൻ എല്ലാം കയറിയാണ്. നൈറോബി അയ്യപ്പ സേവാ സമാജവും വേൾഡ് മലയാളി ഫെഡറേഷനും ഹിന്ദു കൌൺസിൽ ഓഫ് കെനിയയും സംയുക്തമായി സഹകരിച്ച് കേരള അസോസിയേഷൻ ഓഫ് കെനിയയുടെ നേതൃത്വത്തിൽ ഈ 4 പേർക്ക് വേണ്ട സഹായങ്ങളും യാത്രാചിലവും നൽകി അവരെ നാട്ടിലേക്ക് അയച്ചു. ഷെറി, 24 കെനിയ. റിയാദിൽ അധ്യാപന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ മലയാളികളെ ആദരിച്ചു. സിജി റിയാദ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ 17 അധ്യാപകരെയാണ് ആദരിച്ചത്. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജിയുടെ നേതൃത്വത്തിൽ അധ്യാപക സുദിനം എന്ന പേരിൽ നടന്ന പരിപാടിയിലാണ് അധ്യാപകരെ ആദരിച്ചത്. ഓൺലൈനിൽ നടന്ന പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികളും നിരവധി അധ്യാപകരും ഓർമ്മകൾ പങ്കുവച്ചു. പരിപാടി ഡോക്ടർ പിയേഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഇസഡ് അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകന്റെ സർഗാത്മകത തടയുന്ന തരത്തിലാണ് പുതിയ വിദ്യാഭ്യാസ നയം. ഫാഷിസ്റ്റ് കോർപ്പറേറ്റ് നിലപാടുകളെ പ്രതിരോധിക്കാൻ കോവിഡ് കാലമാണെങ്കിലും ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ, ഇന്ത്യൻ പബ്ലിക് സ്കൂൾ, അൽയാസ്മിൻ സ്കൂൾ, ന്യൂ മിഡിൽ ഈസ്റ്റ് സ്കൂൾ, യാര സ്കൂൾ, മോഡേൺ മിഡിൽ ഈസ്റ്റ് സ്കൂൾ എന്നിവിടങ്ങളിലെ 17 അധ്യാപകരെ വീടുകളിലെത്തി സിജി പ്രവർത്തകർ ഉപഹാരം സമ്മാനിച്ചു. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. സൗദിയിലെ വിമാനത്താവളങ്ങളും വിമാനങ്ങളും അണുവിമുക്തമാക്കാൻ ഉന്നത സാങ്കേതിക സംവിധാനം വരുന്നു. അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് അണുനാശം വരുത്തുന്നതിനുള്ള സാങ്കേതിക സംവിധാനം നടപ്പാക്കാൻ സൗദി ഗ്രൗണ്ട് സർവീസ് കമ്പനി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് അണുനാശം വരുത്തുന്നതിനായി ഈ സാങ്കേതിക സംവിധാനം ഉപയോഗിക്കും. ആദ്യമായാണ് SGS കമ്പനി ഇത്തരത്തിലൊരു സംവിധാനത്തിനായി ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുന്നതും. യാത്രക്കാരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വൈറസ് വ്യാപനം തടയുന്നതിനും വിമാനങ്ങൾ അൾട്രാ വയലറ്റ് രശ്മി ഉപയോഗിച്ച് അണുമുക്തമാക്കും. സൗദിയിലെ 28ഓളം വിമാനത്താവളങ്ങളിൽ ഈ സംവിധാനം ഏർപ്പെടുത്തുന്നതോടെ 100-ലധികം അന്തർദേശീയ, ദേശീയ വിമാന കമ്പനികൾക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ. കോവിഡിനെ തുടർന്ന് നിർത്തിവച്ച വ്യോമഗതാഗതം പൂർണ്ണമായും പുനരാരംഭിക്കുമ്പോൾ രോഗപ്രതിരോധത്തിനായി നൂതന സാങ്കേതിക സംവിധാനങ്ങളും ശ്രമങ്ങളും ആവശ്യമാണെന്ന് SGS കമ്പനി സിഇഒയും വ്യക്തമാക്കി. ആരോഗ്യ മന്ത്രാലയവും ദേശീയ രോഗപ്രതിരോധ നിയന്ത്രണ കേന്ദ്രവും നിശ്ചയിച്ച നിബന്ധനകൾക്ക് അനുസൃതമായിരിക്കും സാങ്കേതിക സംവിധാനം പ്രവർത്തിക്കുക. കരുത്തുറ്റ പവർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിമാനത്താവളവും വിമാനങ്ങളും അണുമുക്തമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. സുബൈറുദ്ദീനൂർ, 24 ദമാം. ഒക്ടോബർ 1 മുതൽ സാധുവായ ഒമാൻ റെസിഡന്റ് കാർഡുള്ള വിദേശികൾക്ക് രാജ്യത്തേക്ക് തിരികെ വരാൻ അനുമതി. കോവിഡ് പ്രതിരോധ കാര്യങ്ങളുടെ ചുമതലയുള്ള സുപ്രീം കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ദോഫാർ പ്രവിശ്യയിലെ ലോക്ഡൌൺ ഒക്ടോബർ 1 മുതൽ പിൻവലിക്കാനും സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഒക്ടോബർ 1 മുതൽ കാലാവധിയുള്ള ഒമാൻ റെസിഡന്റ് വിസ കാർഡ് ഉള്ളവർക്ക് രാജ്യത്തേക്ക് മടങ്ങി വരാൻ സുപ്രീം കമ്മിറ്റി ഇന്ന് അനുവാദം നൽകി. ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയുടെ അധ്യക്ഷതയിലാണ് സുപ്രീം കമ്മിറ്റി യോഗം ചേർന്നത്. ഒക്ടോബർ 1-നാണ് രാജ്യാന്തര വിമാന സർവീസുകൾക്കായി ഒമാനിലെ വിമാനത്താവളങ്ങൾ തുറക്കുക. തിരികെ വരുന്ന വിദേശികൾക്കായി വിമാനത്താവളങ്ങളിൽ PCR പരിശോധനയുണ്ടാകും. ഇതിന് പുറമെ 14 ദിവസത്തെ ക്വാറന്റൈനും നിർബന്ധമാണ്. ദോഫാർ ഗവർണറേറ്റിൽ കഴിഞ്ഞ 3 മാസത്തിലധികമായി തുടരുന്ന ലോക്ഡൌൺ പിൻവലിക്കാനും സുപ്രീം കമ്മിറ്റിയിൽ തീരുമാനമായി. ഒക്ടോബർ 1 മുതൽ ലോക്ഡൌൺ പിൻവലിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ സ്വകാര്യ മേഖലയ്ക്കായി പ്രഖ്യാപിച്ചിരുന്ന വിവിധ ആശ്വാസ പദ്ധതികൾ തുടരാനും യോഗത്തിൽ തീരുമാനമായി. നിലവിൽ ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുന്ന റെസിഡന്റ് വിസക്കാർക്ക് മാത്രമാണ് ഒമാനിലേക്ക് തിരികെ വരാൻ അനുമതിയുള്ളത്. 24 ഒമാൻ. സൗദിയിൽ കോവിഡ് ബാധിച്ച ഒരു മലയാളി കൂടി മരിച്ചു. കണ്ണൂർ സ്വദേശി പുലോത്തുംകണ്ടി റിയാസ് ആണ് സൗദിയിലെ അൽറാസിൽ മരിച്ചത്. 35 വയസ്സായിരുന്നു. അൽറാസ് ആശുപത്രിയിൽ കോവിഡ് ചികിത്സയിലായിരുന്നു. ഫാത്തിമയാണ് ഭാര്യ. 2 മക്കളുണ്ട്. സൗദിയിലെ ദമാമിൽ നവോദയ സാംസ്കാരിക വേദി കിഴക്കൻ പ്രവിശ്യയിലെ കുടുംബവേദിക്ക് കീഴിലുള്ള 13 ഏരിയ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ ഉൾപ്പെടുത്തി കേന്ദ്രതലത്തിൽ ബാലവേദി രൂപീകരിച്ചു. കിഴക്കൻ പ്രവിശ്യയിലെ 13 ഏരിയ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 135 പ്രതിനിധികളാണ് കേന്ദ്ര ബാലവേദി രൂപീകരണ കൺവെൻഷനിൽ പങ്കെടുത്തത്. സൂം വെബിനാറിലൂടെ സംഘടിപ്പിച്ച കൺവെൻഷൻ പ്രശസ്ത എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബാലവേദി രക്ഷാധികാരി രശ്മി രാമചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ആര്യ ഉണ്ണിയാണ് പ്രസിഡന്റ്. അർജുൻ രാജേഷിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു.
നയതന്ത്ര ബാഗ് വഴി UAE കോൺസുലേറ്റ് കൊണ്ടുവന്ന മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്ത സംഭവത്തിൽ കുരുക്കുമുറുക്കി NIA. കേസിൽ LBS ഡയറക്ടറെ NIA സംഘം ചോദ്യം ചെയ്തു. വട്ടിയൂർക്കാവ് സിയാപ്റ്റിൽ 2 തവണ പരിശോധന നടത്തുകയും ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തിരുവനന്തപുരത്തെ നടപടികൾ. കേസുമായി ബന്ധപ്പെട്ട സിയാപ്റ്റ മുൻ ഡയറക്ടറും നിലവിൽ LBS ഡയറക്ടറുമായ M. അബ്ദുൾ റഹ്മാനെ NIA ചോദ്യം ചെയ്തു. നന്ദാവനത്തെ LBS ഓഫീസിലെത്തിയാണ് ചോദ്യം ചെയ്തത്. കോൺസുലേറ്റിൽ നിന്നുള്ള ഖുറാൻ പാഴ്സൽ കൈകാര്യം ചെയ്ത വേളയിൽ M. അബ്ദുൾ റഹ്മാനായിരുന്നു സിയാപ്റ്റ ഡയറക്ടർ. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പ്രധാനമായും ചോദ്യം ചെയ്യലിൽ ഉൾപ്പെട്ടത്. അതേസമയം വട്ടിയൂർക്കാവിലെ സിയാപ്റ്റ ഓഫീസിലും NIA സംഘം 2 തവണ പരിശോധന നടത്തി. മതഗ്രന്ഥങ്ങൾ സിയാപ്റ്റിലെ സ്റ്റോറിലാണ് സൂക്ഷിച്ചിരുന്നത്. ഈ സ്റ്റോറിന്റെ ചുമതലയുണ്ടായിരുന്ന ജീവനക്കാരൻ നിസാം, സ്റ്റോറിൽ നിന്നും മതഗ്രന്ഥങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയ ഡ്രൈവർ അഗസ്റ്റിൻ എന്നിവരെ സംഘം ചോദ്യം ചെയ്തു. ഖുറാൻ കൊണ്ടുപോയതടക്കം സിയാപ്റ്റിലെ വാഹനങ്ങൾ NIA ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. നേരത്തെ ഖുറാനുമായി പോയ വാഹനത്തിലെ GPS പ്രവർത്തനരഹിതമായതായി കണ്ടെത്തിയിരുന്നു. അതേസമയം മന്ത്രി KT ജലീൽ നൽകിയ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കൂടിയാണ് പരിശോധന നടത്തിയതെന്ന് NIA വൃത്തങ്ങൾ വ്യക്തമാക്കി. S. ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ വെള്ളിയാഴ്ച വരെ NIA കസ്റ്റഡിയിൽ വിട്ടു. 3-ാം പ്രതി സന്ദീപ് നായർക്ക് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. പ്രതികൾ ബിനാമികളാണെന്ന വിലയിരുത്തലിലാണ് ആദായനികുതി വകുപ്പ്. ഇവരെ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യാൻ ആദായനികുതി വകുപ്പിന് കോടതി അനുമതി നൽകി. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ 5 ദിവസത്തേക്ക് NIA കസ്റ്റഡി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് വിയ്യൂർ ജയിലിൽ നിന്നും കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കിയത്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് സ്വപ്ന അറിയിച്ചതോടെ വെള്ളിയാഴ്ച രാവിലെ വരെ NIAയുടെ കസ്റ്റഡിയിൽ കോടതി വിട്ടു നൽകി. സ്വപ്നയെ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനാണ് NIAയുടെ നീക്കം. ഇതിനിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ചുമത്തിയ കേസിൽ 3-ാം പ്രതി സന്ദീപ് നായർക്ക് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് സന്ദീപിന് ജാമ്യം ലഭിച്ചത്. നിലവിൽ NIA ചുമത്തിയ UAPA കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നതിനാൽ സന്ദീപിന് പുറത്തിറങ്ങാൻ കഴിയില്ല. അതേസമയം തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികൾ ബിനാമികളാണെന്നാണ് ആദായനികുതി വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. സ്വപ്നയിൽ നിന്നും പിടിച്ചെടുത്തത് ബിനാമി പണമാണെന്ന് ആദായനികുതി വകുപ്പ് സംശയിക്കുന്നു. ബിനാമി പണമായതുകൊണ്ടാണ് ലോക്കറിൽ സൂക്ഷിച്ചതെന്നാണ് ITയുടെ നിഗമനം. സ്വപ്നയുമായി അടുപ്പമുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും സ്വത്തുവിവരങ്ങളും ആദായനികുതി വകുപ്പ് ശേഖരിക്കുന്നുണ്ട്. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യാനും കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട്. സഹിൻ ആന്റണി, 24, കൊച്ചി. ഗൾഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. This is 24.